എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് and find the molecular formula and empirical formula of a compound which contains 80% carbon and 20% hydrogen. Find the empirical and molecular formula of a compound which contains 80% carbon and 20% hydrogen. The molecular mass of the compound is 30. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് എലമെന്റ്സ്, ഒന്ന് കാർബൺ, രണ്ടാമത് ഹൈഡ്രജൻ. ഓരോന്നിന്റെ പെർസെന്റേജും നമുക്ക് തന്നിട്ടുണ്ട്. 80% കാർബണും 20% ഹൈഡ്രജൻ. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ എലമെന്റ് ഏതൊക്കെ എലമെന്റ് നമുക്ക് തന്നിട്ടുള്ളത്? കാർബണ്, ഹൈഡ്രജൻ. രണ്ടാമത്തെ കോളത്തിൽ അതിന്റെ പെർസെന്റേജ്. ഇനി പെർസെന്റേജ് അതിന്റെ മാസമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 100 ഗ്രാം സബ്സ്റ്റൻസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ 80% കാർബൺ ആണ് എന്ന് പറഞ്ഞാൽ 80 ഗ്രാം കാർബൺ. അതേപോലെ 20% ഹൈഡ്രജൻ ആണ്. 100 ഗ്രാം ഉണ്ടെങ്കിൽ 20 ഗ്രാം ഹൈഡ്രജൻ. അപ്പോൾ പെർസെന്റേജ് 80, 20. ഇനി ഓരോന്നിന്റെയും അറ്റോമിക് മാസ് അറിയാം. കാർബൺ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ അറ്റോമിക് മാസ്. മൂന്നാമത്തെ കോളത്തിൽ അതിന്റെ അറ്റോമിക് മാസ് കൊടുക്കുന്നു. എത്ര എലമെന്റ്സ് തന്നിട്ടുണ്ടോ ആ എലമെന്റ്സിന്റെ എല്ലാം നമ്മൾ ഇതേപോലെ താഴെ താഴെയായിട്ട് എഴുതും. കാർബൺ ആണെങ്കിൽ കാർബണോട് എഴുതി, ഹൈഡ്രജൻ എഴുതി, വേറെ ഏതെങ്കിലും എലമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇതേപോലെ എഴുതും താഴെ. ഇനി മൂന്നാമത്തെ കോളത്തില്, മൂന്നാമതല്ല നാലാമത്തെ കോളത്തില് പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ്. ഇവിടെ ശരിക്കും പെർസെന്റേജ് നമ്മൾ മാസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മാസ് ബൈ അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ 100 ഗ്രാം ആണ് കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് എങ്കിൽ 80% 80 ഗ്രാം ആണ് കാർബൺ. അപ്പൊ പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ്. ഇവിടെ ആക്ച്വലി നമ്പർ ഓഫ് മോൾസ് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 80 നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ്, GAM അല്ലെങ്കിൽ GM. ഇവിടെ GAM ആണ് നമ്മൾ എടുക്കുന്നത്. 80 by 12 is equal to 6.67. അതേപോലെ അടുത്ത എലമെന്റ് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് അല്ലെങ്കിൽ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അതിന്റെ അറ്റോമിക് മാസ് 20 by 1 is equal to 20. അപ്പൊ 4 കോളം നമ്മൾ ചെയ്തു. ഒന്നാമത്തെ കോളത്തില് ഏതൊക്കെ എലമെന്റ് ആണെന്ന് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തില് മാസ് അല്ലെങ്കിൽ പെർസെന്റേജ് കൊടുക്കുക, മൂന്നാമത്തെ കോളത്തില് അറ്റോമിക് മാസ് കൊടുക്കുക, നാലാമത്തെ കോളത്തില് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ അതിന്റെ ഗിവൺ മാസ് ബൈ അതിന്റെ അറ്റോമിക് മാസ്. അപ്പൊ നമ്മൾ 4 കോളം കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കോളത്തിലുള്ള സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ ഓഫ് മോൾസ്, അതായത് പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് ബൈ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. ഇത് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ലീസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ കിട്ടിയ കാർബണിന്റെ 6.67 മോളാണ് കിട്ടിയത്. ഹൈഡ്രജന് 20 മോൾസ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. ആ നമ്പർ കൊണ്ട് എല്ലാം നമുക്ക് ഈ നമ്പർ ഓഫ് മോൾസിന്റെ കിട്ടിയതിനെല്ലാം ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 6.67 ഉണ്ട്, 20 ഉണ്ട്. അപ്പൊ അതിന് ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ 6.67 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ 6.67 ഡിവൈഡ് ബൈ 6.67 which is equal to 1. ഇനി ഇവിടെ 20 നമ്മൾ ആ ലീസ്റ്റ് നമ്പറായ 6.67 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 20 by 6.67 which is equal to 3. 2.99 നമുക്ക് 3 ആയിട്ട് നമുക്ക് 3. ഇനി നമ്മുടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ കിട്ടുന്ന നമ്പർ ഇവിടെ കിട്ടുന്നത് ഏകദേശം 2.99 ആയിരിക്കും.
വളരെ അടുത്താണ്. അതുകൊണ്ട് നമ്മൾ 3 എന്ന് നേരിട്ട് എഴുതിയാൽ മതി. സപ്പോസ് നമ്മളിവിടെ ചെയ്ത് കിട്ടും, ഇവിടെ എഴുതിയ നമ്പർ 1.5 എന്ന് കിട്ടും. അതിന് ഇവിടെ അടുത്ത കോളത്ത് നമുക്ക് എഴുതേണ്ടത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ ഏതാണെന്നാണ് അടുത്തതിൽ എഴുതാറുള്ളത്. ഇവിടെ 1.5 എന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ നിയറസ്റ്റ് ഹോൾ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. ഇപ്പോൾ 1.5 കിട്ടിയാൽ അതിന് സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ഹോൾ നമ്പർ ആക്കി മാറ്റണം. 1.5 ആണ് കിട്ടിയെങ്കിൽ അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താക്കി മാറ്റാം? 3 എന്ന ഹോൾ നമ്പർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ നമ്പേഴ്സും ഇവിടെ 1.5 ആണെങ്കിൽ ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 3 എന്ന്. അതേസമയം ബാക്കി എല്ലാത്തിനെയും നമ്പറിനെ നമ്മൾ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 ഇവിടെ 1.5 ആണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ഹോൾ നമ്പർ ആക്കാൻ വേണ്ടി 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ 3 എന്ന്. ആ അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ 2 എന്ന് വരും, ഇവിടെ 3 എന്ന്. ഇവിടെ ഓൾറെഡി നമ്മൾ 2.99 ആണ് വരിക, നമുക്ക് 3 ആയിട്ട് എടുക്കാം. അപ്പൊ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഇവിടെ 3. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ 1.5 ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സ്യൂട്ടബിൾ 1.5 പോലെയുള്ള നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അത് സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിയറസ്റ്റ് ഹോൾ നമ്പർ ആക്കി മാറ്റും. ഇവിടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ അപ്പോൾ ഇവിടെ 1, കാർബണിന്റെ 1, ഹൈഡ്രജന്റെ 3. ഇതെങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല എഴുതുന്നത്? എംപിരിക്കൽ ഫോർമുല C = കാർബണ് ഹോൾ നമ്പർ 1. കാർബൺ രണ്ട് എലമെന്റ്സ് ആകുന്നത് കാർബണ്, ഹൈഡ്രജൻ. അപ്പൊ കാർബണിന്റെ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ താഴെ വന്ന് എഴുതുന്നില്ല. ഇനി ഹൈഡ്രജന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. നമ്മുടെ 3 എന്ന് എഴുതും. ഈ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല C = CH3. അവിടെ കാർബൺ അവിടെ 2 ആണെങ്കിൽ നമ്മളിവിടെ 2 എന്ന് എഴുതും. ഹൈഡ്രജൻ 4 ആണെങ്കിൽ നമ്മളിവിടെ താഴെ 4 എന്ന് എഴുതും. ഇങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല എഴുതുന്നത്. ഇനി എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുന്നത്? എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട്. മോളിക്കുലാർ ഫോർമുല C = empirical formula into N. Molecular formula C = empirical formula into N. What is N? N = molecular mass divided by empirical formula mass. N = molecular mass divided by empirical formula mass. Molecular formula C = empirical formula into N, or N = molecular mass divided by empirical formula mass. Molecular mass നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പോൾ in molecular formula of this compound, molecular formula C = empirical formula into N. അപ്പോൾ നമ്മൾ N കണ്ടുപിടിച്ചു. N = molecular mass. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. molecular mass = 30. 30 divided by empirical formula mass. Empirical formula CH3. ഇവിടെ 12 ഗ്രാം കാർബണും 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓരോന്നിനെയും 1 ഗ്രാം. അപ്പോൾ 3 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ മോളിക്കുലാർ ഈ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് 15. 12 പ്ലസ് 3 കാർബണിന്റെ 12, 3 ഹൈഡ്രജൻ ആറ്റംസ് അതിന്റെ 3 ഗ്രാം. അപ്പോൾ 30/15 which is equal to 2. N = 30/15 molecular mass divided by empirical formula mass which is equal to 2. So molecular formula C = empirical formula into N which is equal to empirical formula into ഇവിടെ N = 2 ആണ്. ഇവിടെ എന്താ empirical formula എന്താണ്?
CH3 into 2. വളരെ ഇക്വേഷൻ എന്താണ്? CH3 into 2. അപ്പോൾ കാർബൺ into 2, 1 into 2, hydrogen 3 into 2, which is equal to C2H6. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല C2H6 ആണ്. Stoichiometric calculations. Stoichiometry deals with the calculation of masses or volumes of reactants and products involved in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷന് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും മാസുകൾ അല്ലെങ്കിൽ വോളിയംസ് തമ്മിലുള്ള കാൽക്കുലേഷൻ പറയുന്ന പേരാണ് സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻസ്. ഫോർ എക്സാമ്പിൾ നോക്കാം. 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O. ഇതിന്റെ വോളിയംസ് റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും മാസുകൾ അല്ലെങ്കിൽ വോളിയംസ് തമ്മിലുള്ള കാൽക്കുലേഷൻ പറയുന്ന പേരാണ് സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ 2H2. ഇത് നമുക്ക് ഡിഫറെന്റ് രീതിയിൽ ഇതിന്റെ മാസുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് പറയാം 2 mol hydrogen reacts with 1 mol oxygen to give 2 moles water. 2 mol hydrogen reacts with 1 mol oxygen to give 2 moles of water. അല്ലെങ്കിൽ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. 4 gram hydrogen reacts with 32 gram oxygen to give 36 gram water. 4 gram hydrogen reacts with 32 gram oxygen to give 36 gram water. അല്ലെങ്കിൽ ഇതിന്റെ വോളിയംസ് തമ്മിലുള്ള കാൽക്കുലേഷൻ ആണ്. 2 mol അല്ലെങ്കിൽ പറയാം 2 volume hydrogen reacts with 1 volume oxygen to give 2 volumes water. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ പറയുന്ന പേരാണ് സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻസ്. റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും മാസസ് അല്ലെങ്കിൽ വോളിയംസ് തമ്മിലുള്ള കാൽക്കുലേഷൻ പറയുന്ന പേരാണ് സ്റ്റോയിച്ചിയോമെട്രിക് കാൽക്കുലേഷൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ്? The reactant which is used first in a reaction is called limiting reactant, or we can say that the reactant which is completely consumed in a reaction is called limiting reactant. The reaction ഏറ്റവും ആദ്യം ഉപയോഗിച്ച് തീരുന്ന റിയാക്റ്റന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. The concentration of the limiting reactant limits the amount of product formed. എത്രമാത്രം പ്രോഡക്റ്റ് ഫോം ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുന്നത് ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ. ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഏതാണോ അയാളാണ് എത്രമാത്രം പ്രോഡക്റ്റ് ഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. The reactant which is completely consumed in a reaction is called the limiting reactant. For example, H2 plus half O2 gives H2O. 2 gram hydrogen reacts with 16 gram oxygen to give 18 gram water. 2 gram hydrogen 16 gram oxygen react ചെയ്യുമ്പോഴാണ് 18 gram water. Suppose we have 2 gram hydrogen and 8 gram
ഓക്സിജൻ. നമ്മുടെ കയ്യിൽ 2 ഗ്രാം ഹൈഡ്രജനും 8 ഗ്രാം ഓക്സിജനുമാണ് ഉള്ളതെങ്കിൽ നമുക്ക് 18 ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും ഇല്ല. അപ്പൊ എത്രമാത്രം പ്രോഡക്റ്റ് ഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതിനകത്തുള്ള ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആണ്. ഇവിടെ ആരാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്? ഏത് റിയാക്റ്റന്റ് ആണ് ആദ്യം ഉപയോഗിച്ച് തീരുന്നത്? ഇവിടെ 2 ഗ്രാം ഹൈഡ്രജന് 16 ഗ്രാം ഓക്സിജൻ വേണം. അതായത് നമ്മൾ റേഷ്യോ നോക്കിയാൽ 2:16 അല്ലെങ്കിൽ 1:8 എന്ന റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് 16 ഗ്രാം വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ അതിന്റെ പകുതി 8 ഗ്രാം ആണ്. അപ്പോൾ ഈ ഓക്സിജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ഓക്സിജൻ ആണ് ഇവിടെ ആദ്യം കൺസ്യൂം ചെയ്ത് തീരുന്നത്. അപ്പൊ ഈ ഓക്സിജന്റെ അളവിനനുസരിച്ച് മാത്രമേ പ്രോഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് 18 ഗ്രാം വാട്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 8 ഗ്രാം ഓക്സിജനിൽ നിന്ന് എത്ര വാട്ടർ കിട്ടും? എത്ര കിട്ടുള്ളൂ? ഇതിന്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പൊ എത്ര ഗ്രാമ കിട്ടുള്ളൂ? നമുക്ക് കിട്ടുന്നത് 9 ഗ്രാം വാട്ടർ ആയിരിക്കും. അപ്പൊ ഏത് റിയാക്റ്റന്റ് ആണോ ആദ്യം ഉപയോഗിച്ച് തീരുന്നത് ആ റിയാക്റ്റന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഗ്രാം ഹൈഡ്രജന് 16 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളത് ആദ്യം 8 ഗ്രാം. ഇവിടെ ആദ്യം ഉപയോഗിച്ച് തീരുന്ന റിയാക്റ്റന്റ് ഓക്സിജൻ ആണ്. എക്സസ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും.